ഇത് നമ്മുടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മുടെ റണ്ണിങ് മെറ്റീരിയൽ വെച്ച് സെറ്റ് ചെയ്ത ഒരു സാരിയും ബ്ലൗസും കൂടെയാണ്. ബ്ലൗസിൻ്റെ പാറ്റേൺ ഇങ്ങനെ ഒരു സ്യൂട്ട് കോളർ മോഡലിൽ ഒരു സ്റ്റൈലിലേക്ക് ഫ്ലാപ്പ് പോലെ ഇങ്ങനെ 3/4 സ്ലീവ്, ഇതിലേക്ക് ഒരു ഫ്ലാപ്പ് മോഡൽ കൊടുത്തു. റണ്ണിങ് മെറ്റീരിയൽ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ ബോർഡർ ഹൈലൈറ്റ് ചെയ്തു. ഇതിങ്ങനെ ഒരു ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള ഒരു മൾട്ടി കളറായിട്ട് വന്നതാണ്. നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ ഒരു കസ്റ്റമർ പീസാണ്. അതിൻ്റെ സാരി വരുന്നത് ഇങ്ങനെയാണ്. ഇത് റണ്ണിങ് മെറ്റീരിയലാണ്. 2 സൈഡ് സ്കാലോപ്പ്, ഓർഗൻസ മെറ്റീരിയൽ, റീസണബിൾ റേഞ്ചിൽ ഒരു അടിപൊളി പാർട്ടി വെയർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റി. നമ്മുടെ ഇൻ ഹൗസ് പ്രൊഡക്ഷൻ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തെടുത്ത നമ്മുടെ റണ്ണിങ് മെറ്റീരിയൽസ് ആണിത്. സിൽക്സിൻ്റെ ഇൻ ഹൗസിൽ നിന്ന് വരുന്ന ഓരോരോ ഡിസൈൻസിൻ്റെ ഒരു വീഡിയോ ആണ് ഇത്. നോക്കുമ്പോഴേക്കും ആ കുട്ടിക്ക് തന്നെയുള്ള ഒരു ചെറിയ പഫ് സ്ലീവ്, ഒരു ജുവൽ നെക്ക് ഡിസൈനാണ് കൊടുത്തത്. കോസ്മോ സിൽക്കിൻ്റെ ടിഷ്യൂ മെറ്റീരിയലാണ്. പ്രിൻസസ് കട്ടാണ് വരുന്നത്, പാഡഡ് അല്ല, പ്രിൻസസ് കട്ട്. ജുവൽ നെക്ക്. ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നു. ബാക്ക് ഓപ്പൺ ആയിട്ട് കൊടുത്തു. ചെറിയൊരു കുട്ടി പഫൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ സാരി വരുന്നതും റണ്ണിങ് മെറ്റീരിയൽസ് തന്നെ. ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ തന്നെ സാരി ആയിട്ട് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സൈഡ് ബേബി ലോക്കൊക്കെ ചെയ്ത് വന്ന ഒരു റണ്ണിങ് മെറ്റീരിയലാണ്. ഇതിൻ്റെ എൻഡിലോട്ട് നമ്മളുടെ ടാസിൽ കൊടുത്തു. ഇതാ ഒരേ കളർ ടോൺ തന്നെ വളരെ ക്രിയേറ്റീവായിട്ട് ഡിസൈനർ ചെയ്തെടുത്ത ഒരു കളക്ഷനാണ്. ബഡ്ജറ്റ് റേഞ്ചിലൊരു പാർട്ടി വെയർ. ഇതിപ്പം നമ്മളൊരു യുണീക്കായിട്ടുള്ളൊരു ഐറ്റംസ് വേണമെന്ന് തോന്നണ സമയത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ്. ഇനിയും ആ ഒരു ബ്ലൗസ് പീസ്, ആ കുട്ടിയുടെ തന്നെ ഒരു ബ്ലൗസ് പീസ് ഉള്ളി സോഫ്റ്റ് ബോൾസ് മാത്രം കൊടുത്ത് പാറ്റേൺ ചെയ്തു. ബാക്ക് ഓപ്പൺ വരുന്നു. ഇവിടെ എല്ലാവരും വളരെ തിരക്കിലാണ്, അതുകൊണ്ടാണ് ഈ മർമറിങ് സൗണ്ട് വരുന്നത്. ഇതായത് നോക്കൂ, പ്രിൻസസ് കട്ട് പാഡഡ് ബ്ലൗസ്, വളരെ നല്ല ഫിനിഷിങ്ങിൽ. ഇവിടെ ഒരു ടക്ക് കൊടുത്തു. 1 സൈഡ് അവിടെ സോഫ്റ്റ് ബോൾസ് കൊടുത്തു. 3/4 സ്ലീവ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പാറ്റേൺ വളരെ ക്യൂട്ടായിട്ട് എങ്ങനെ വേണമെങ്കിലും, ഹെവി ആയിട്ടെങ്കിൽ ഹെവി ആയിട്ട്, ക്യൂട്ടായിട്ടുണ്ടെങ്കിൽ ക്യൂട്ടായിട്ട്, വളരെ മിനിമലൈസ് ആയിട്ടും വളരെ ക്രിയേറ്റീവായിട്ടും നമുക്ക് നമ്മുടെ ഇൻ ഹൗസ് പ്രൊഡക്ഷനിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.